Hello everyone, this is Tony Thomas Kurian from hisvoiceonline.com. ഞാനിപ്പോൾ കുവൈറ്റ് സിറ്റിയിൽ ഒരു ബൈക്ക് യാത്രയിലാണ്. ഓരോ ദിവസവും ജോലിക്കായി ഓഫീസിലേക്ക് പോകുവാനും തിരിച്ചു വരുവാനും ഒരുപാട് സമയം നാം യാത്രയ്ക്ക് ചെലവഴിക്കാറുണ്ട്, ശരിയല്ലേ? ഇതിനെ കമ്മ്യൂട്ട് ടൈം എന്നാണ് പറയുന്നത്. ജോലിക്ക് പോകുവാനും തിരിച്ചു വരുവാനും എടുക്കുന്ന സമയം. കഴിഞ്ഞയിടയിൽ നടന്ന ഒരു സർവേ റിപ്പോർട്ടിൽ ഇന്ത്യയിൽ ഒരു ദിവസം ശരാശരി 1.5 മണിക്കൂർ വരെ യാത്ര ചെയ്യുന്ന ആളുകളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഈ സമയം നമുക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താം? ചില ആളുകൾ പത്രം വായിക്കും, ചില ആളുകൾ പാട്ട് കേൾക്കും, ചിലർ ഉറങ്ങുന്നു. ഇതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ്. എന്നാൽ ഈ യാത്രാ സമയം വളരെ നന്നായി പ്രയോജനപ്പെടുത്താൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇതുപോലെ യാത്രാ സമയം വളരെ നന്നായി പ്രയോജനപ്പെടുത്തിയ ഒരു മനുഷ്യനെ ബൈബിളിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ജെറുസലേമിൽ ദൈവത്തെ ആരാധിക്കുവാൻ വന്ന ഒരു എത്യോപ്യൻ ഓഫീസറാണ് നമ്മുടെ കഥാപാത്രം. ജെറുസലേമിൽ ആരാധിച്ചിട്ട് തിരിച്ചു പോകുന്ന വഴിയിൽ അദ്ദേഹം തേരിൽ ഇരുന്ന് ബൈബിൾ വായിക്കുകയായിരുന്നു. അക്കാലത്ത് ബൈബിളിനൊരു കോപ്പി ലഭിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. കാരണം അന്ന് കയ്യെഴുത്ത് കോപ്പികൾ മാത്രമേ ലഭ്യമായിരുന്നുള്ളൂ. ഈ ഭക്തനായ മനുഷ്യൻ ദൈവത്തെ ആരാധിച്ച് മടങ്ങിപ്പോകുമ്പോൾ യാത്രാ സമയം പാഴാക്കാതെ ബൈബിൾ വായിക്കുവാൻ സമയം കണ്ടെത്തി. ഉടനെ ദൈവത്തിൻ്റെ ദൂതൻ, ഒരു ഏഞ്ചൽ, ഫിലിപ്പ് എന്ന് പറയുന്ന ഒരു കർത്താവിൻ്റെ ശിഷ്യന് പ്രത്യക്ഷനായി. നീ പെട്ടെന്ന് എഴുന്നേറ്റ് തെക്കോട്ട് ജെറുസലേമിൽ നിന്നും ഗാസയിലേക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോകുക എന്ന് പറഞ്ഞു. ഫിലിപ്പ് കേട്ട ഉടനെ ഓടി ആ പറഞ്ഞ സ്ഥലത്തെത്തി. തേരിലിരുന്ന് പുസ്തകം വായിക്കുന്ന ഒരു മനുഷ്യനെ കണ്ടു. പെട്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഫിലിപ്പോസിനോട് പറഞ്ഞു, നീ ഓടിച്ചെന്ന് തേരിനോട് ചേർന്ന് നടക്കാം എന്ന് പറഞ്ഞു. പെട്ടെന്ന് ഫിലിപ്പോസ് ആ ഓഫീസറോട് ചോദിക്കുകയാണ്, നീ വായിക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ആരെങ്കിലും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാതെ എങ്ങനെയാണ് ഇത് മനസ്സിലാക്കുന്നത്? അപ്പോൾ തന്നെ ഓഫീസർ ഫിലിപ്പോസിനെ ആ തേരിലേക്ക് കയറിയിരിക്കുവാനും കൂടെ യാത്ര ചെയ്യാൻ അപേക്ഷിച്ചു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് യാത്ര തുടങ്ങി. താൻ വായിക്കുന്ന വാക്യങ്ങളുടെ അർത്ഥം ഫിലിപ്പോസ് ഓരോന്നോരോന്നായി വ്യാഖ്യാനിച്ചു കൊടുത്തു. യേശു കർത്താവിനെ കുറിച്ചായിരുന്നു അദ്ദേഹം വായിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ യേശു ആരെന്നും യേശു എന്തിന് ഈ ഭൂമിയിൽ വന്നു എന്ന കാര്യങ്ങളൊന്നും ഈ ഓഫീസിന് അറിയില്ലായിരുന്നു. എന്നാൽ ഫിലിപ്പോസ് അദ്ദേഹത്തിന് യേശുവിനെ കുറിച്ച് വ്യാഖ്യാനിച്ചു കൊടുത്തു. ആ ദിവസം തന്നെ ആ ഓഫീസർ യേശുവിനെ മനസ്സിലാക്കുവാനും യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുവാനും സ്നാനപ്പെടുവാനും യേശുവിനെ ഒരു ശിഷ്യനായി തീരുവാനും സാധിച്ചു. കണ്ടോ, യാത്രാമധ്യയിൽ ദൈവത്തിന്റെ വചനം വായിക്കുവാൻ സമയം കണ്ടെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ മാറിയില്ലേ? ഇത്രയും കാലം അന്വേഷിച്ച ദൈവത്തെ, യേശുവിനെ അദ്ദേഹം കണ്ടെത്തുവാൻ ആ വായനയിൽ കൂടി സാധിച്ചു. മാത്രമല്ല, യേശുവിൻ്റെ സ്വന്തം ശിഷ്യനായ ഫിലിപ്പോസിൽ നിന്ന് തന്നെ യേശുവിനെ പറ്റി കേൾക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചു. അതെ, കമ്മ്യൂട്ട് ടൈം, യാത്ര ചെയ്യുന്ന സമയം, ബൈബിൾ വായിക്കുന്നത് പോലെ പ്രയോജനമുള്ള മറ്റൊന്നുമില്ല. അഥവാ വചനം ധ്യാനിക്കുന്നത്. ഈ മനുഷ്യൻ ചെയ്തതുപോലെ ദൈവവചനം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുവാൻ പറ്റിയ അവസരമാണ് ഈ സമയം. യാത്രാ സമയം വായിക്കുവാൻ ബുദ്ധിമുട്ടുള്ളവർ ഇയർഫോൺ ഉപയോഗിച്ച് വചനം കേൾക്കുവാൻ സാധിക്കും. ഓഡിയോ ബൈബിളും മറ്റും ഒക്കെ ലഭ്യമാണല്ലോ. ഓരോ ദിവസവും ദൈവത്തിൻ്റെ വചനങ്ങൾ കേട്ട്, ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ജീവിതം ആരംഭിക്കുന്നത് എത്ര അനുഗ്രഹമേറിയ കാര്യമാണ്. അന്നേ ദിവസം നമുക്ക് ആവശ്യമായിട്ടുള്ള ഊർജവും മോട്ടിവേഷനും ലഭിക്കും. സ്വന്തം ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുവാനും സ്വയം പരിശോധന നടത്തുവാനും ആ ദിവസം ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനൊക്കെ ഈ സമയം നമുക്ക് പ്രയോജനപ്പെടുത്താം. കമ്മ്യൂട്ട് ടൈം പാഴാക്കരുത്, പരമാവധി പ്രയോജനപ്പെടുത്തുക. യാത്രാമധ്യയിൽ കേൾക്കുവാൻ പറ്റിയ ചില വചന പഠനങ്ങളുടെ ഓഡിയോ ലിങ്ക്സ് ഈ ഡിസ്ക്രിപ്ഷനിൽ ലഭ്യമാണ്. തീർച്ചയായിട്ടും ആ ലിങ്കുകൾ ഉപയോഗിക്കുക. വീണ്ടും കാണും വരെ ഗോഡ് ബ്ലെസ് യു. ഇതുപോലത്തെ ഷോർട്ട് വീഡിയോസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ ബൈ.